ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? യേശുവോടൊപ്പം ഇത്തിരി നേരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ചലിക്കുന്ന വചനം എന്ന വിഷയമാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് വചനമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? കാരണം ഈ വചനത്തിന് ജീവനുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്ന ആ വചനം ആരാണ്? യേശുക്രിസ്തു. വചനത്തെ ദൈവവുമായി തുലനം ചെയ്യുന്നു. എന്നാൽ ഈ വചനം നമുക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങുന്നത് നാം ഇത് വാഗൊണ്ട് ഏറ്റുപറയുകയും ഈ വചനം എനിക്ക് വേണ്ടി ചലിക്കുമെന്ന് വിശ്വസിക്കുമ്പോഴാണ്. ഈ വചനത്തിന് ജീവനുണ്ട്. കാരണം വചനം ദൈവമാണ്. നാം ഈ വചനം വായിക്കുമ്പോൾ അത് വെറുതെ വായിച്ചു പോകരുത്. ഓരോ ഭാഗങ്ങളിലും ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനങ്ങളുണ്ടായിരിക്കും. അത് നാം സ്വന്തമാക്കുക. അതിൽ കരം വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇതെന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയുക. നാം അറിയാതെ ഈ വചനം നമ്മെ ബലപ്പെടുത്തും, അതിന് ജീവൻ വയ്ക്കും. ദൈവവുമായുള്ള ബന്ധം വർദ്ധിക്കും വചനം വായിക്കുമ്പോൾ. കാരണം വചനത്തിലൂടെ നാം ദൈവത്തോട് ബന്ധം പുലർത്തുന്നു. ദൈവം നമ്മോട് സംസാരിക്കുന്ന നിമിഷങ്ങളാണത്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 35-ാം വാക്യം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വായിൽ നിന്ന് വന്ന വചനം അതിന് മാറ്റം വരില്ല. കാരണം ദൈവത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ. ഇത് ഞാൻ ഇന്ന് നിങ്ങളോട് വെറുതെ പറയുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ഈ വചനം എന്നെ വിടുവിച്ചിട്ടുണ്ട്. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ, എൻ്റെ നിസ്സഹായ അവസ്ഥകളിൽ ഒന്നല്ല പല പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രുചിച്ച അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പരീക്ഷിച്ച് നോക്കിക്കോളൂ. അത്ഭുതം കിട്ടുമ്പോൾ പറയാതിരിക്കരുത്. ഹല്ലേലൂയ. ഈ വചനം വാളാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. ദൈവത്തിൻ്റെ വചനം ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എന്തൊരു വചനമാണിതല്ലേ! മനുഷ്യഹൃദയത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ഭാഗങ്ങളെപ്പോലും വിവേചിക്കുവാൻ കഴിവുള്ള ദൈവവചനത്തിൻ്റെ ശക്തിയെയും അതിൻ്റെ സ്വഭാവത്തെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, അത് ചലിക്കുന്നതാണ്. ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് ആത്മാവിനെയും സന്ധികളെയും മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ കയറി ചെല്ലുന്നതാണ്. എത്ര ശക്തിയുള്ളതാണ് വചനം അല്ലേ! ചുരുക്കം പറഞ്ഞാൽ ഇത് സജീവവും പ്രവർത്തിക്കുന്നതുമാണ്. ഹല്ലേലൂയ. വാൾ എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യുവാൻ ഉപയോഗിക്കും, ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുവാൻ. എന്നാൽ ഈ വചനമാകുന്ന വാൾ നമ്മുടെ ജീവിതത്തിലെ യുദ്ധസമാനമായ ചില അവസ്ഥകളിൽ എടുത്ത് ഉപയോഗിക്കുവാൻ സാധിക്കും. നാം പറഞ്ഞുവിടുന്ന അയക്കപ്പെടുന്ന വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരില്ല എന്ന് വചനം പറയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം 11-ാം വാക്യം. എൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നമുക്കറിയാം, യേശു ഈ വചനം ഉപയോഗിച്ച് പിശാചിനെ നേരിട്ടു. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം. യേശു പിശാചിനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. ദൈവം തരുന്ന ഉറപ്പാണ്
നമുക്ക് വചനം കൊണ്ടും ജീവിക്കാമെന്ന്. എത്ര പേർ വിശ്വസിക്കുന്നു ഈ വചനത്തിൻ്റെ ശക്തി? ഹല്ലേലൂയ! വചനം നമ്മുടെ ജീവിതത്തിൽ അത് അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തും. ഞാൻ നിങ്ങളോട് എൻ്റെ ജീവിതത്തിലെ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കാം. എൻ്റെ മകൾ ഡോക്ടർ മിറാജ് പ്രസവ സമയത്ത് അവളുടെ ഗർഭപാത്രം 9 സെൻറ്റിമീറ്റർ വരെ വികസിച്ചു. എന്നിട്ടും സിസേറിയൻ വേണമെന്ന അവസ്ഥ വന്നു. പെട്ടെന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 66-ാം അധ്യായം 9-ാം വാക്യം ഞാൻ ഓർത്തു. പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് ഞാൻ പ്രസവിപ്പിക്കാതിരിക്കുമോ? ഹല്ലേലൂയ! ഞാൻ ഈ വചനമെടുത്ത് ഉപയോഗിച്ചു. സൂട്ട് റൂം ആയതിനാൽ എനിക്ക് അവളുടെ അടുത്ത് നിൽക്കാനും പ്രാർത്ഥിക്കുവാനും സാധിച്ചു. അവൾ പെട്ടെന്നൊരു മയക്കത്തിലേക്ക് പോയി. അവൾ കാണുകയാണ് അവളുടെ അടഞ്ഞിരിക്കുന്ന സെർവിക്സ് ഒരു കരം തുറക്കുന്നത്, അത് തിരിച്ചു വയ്ക്കുന്നത്. സെക്കൻഡിൽ ഡോക്ടേഴ്സും നേഴ്സുമാരുടെ ഒരു സംഘം, എനിക്ക് അവരുടെ ചെരുപ്പിൻ്റെ ശബ്ദം കേട്ടിട്ട് പട്ടാളക്കാർ നടന്നു വരുന്നത് പോലെ തോന്നി. വന്നു. 10 മിനിറ്റിൽ പ്രസവം നടന്നു. ഒരാൺ പൈതൽ. ഇന്നവന് 1 വയസ്സ്. ഹല്ലേലൂയ! ശത്രുവിൻ്റെ പദ്ധതികളെ തകർത്തെറിയുന്നതാണ് വചനത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ! വചനത്തിന് ശക്തിയുണ്ടെന്ന് പറയാൻ എൻ്റെ കയ്യിൽ പല സാക്ഷ്യങ്ങളുണ്ട്. അത് ഉപയോഗിക്കാത്തവർ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ! വചനം പാറയെ പൊട്ടിക്കുന്ന ചുറ്റിക പോലെയാണെന്ന് പറയുന്നു. ഹല്ലേലൂയ! യിരെമ്യാവിൻ്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യം. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഗോഡ്സ് വേർഡ്സ് ലൈക്ക് എ ഫയർ. വചനം തീയാണ്. അത് നിങ്ങളെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ കത്തിച്ച് ചാമ്പലാക്കും. ഹല്ലേലൂയ! അത് മാറിപ്പോകത്തില്ല. വെല്ലുവിളിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ അതെന്തുമായിക്കോട്ടെ വചനം തകർത്തു പൊട്ടിച്ച് വിടുതൽ നൽകും. ഹല്ലേലൂയ! വചനം താൻ മാറ്റി പറയത്തില്ലെന്ന് മറ്റൊരു വചനത്തിലൂടെ സംഖ്യാപുസ്തകം 23-ാം അധ്യായം 19-ാം വാക്യം. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുതപിക്കാൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യം. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിൻ്റെ വചനത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് കാണിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. വചനം ദൈവം നമുക്ക് ഉറപ്പിച്ചു തരികയാണ്. അതൊരിക്കലും മാറിപ്പോകത്തില്ല. ദൈവത്തിന് മാറ്റമുണ്ടാകുവാൻ സാധിക്കത്തില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന് മാറ്റമില്ലെങ്കിൽ ഈ ബൈബിളിലെ ഒരു വചനത്തിനും മാറ്റമുണ്ടാകില്ല. ഇത് വിശ്വസിക്കൂ, ഏറ്റുപറയൂ. അത് നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. അയക്കപ്പെട്ട വചനം ക്രിയ ചെയ്ത് മടങ്ങി മറുപടിയായി നിങ്ങളുടെ അരികിലെത്തും. കാരണം വചനം ദൈവമാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.